ഒരു കുഞ്ഞു കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലേടോ? അന്ന് ഇവർ ഈ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും രണ്ടും കൂടി ആശുപത്രി മുഴുവനും കയറി ഇറങ്ങി ഡിപ്രഷൻ അടിച്ച് നടന്നേനെ. ഈ രക്തബന്ധമൊക്കെ വല്ലാതെ ഹൈപ്ഡാണെന്ന് ഉറപ്പിക്കാൻ ദേ ഈ 3 പേരെ കണ്ടാൽ മതി. ബന്ധവും സ്വന്തവും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. മുന്തിരിച്ചാറിന് മുന്തിരിവാറ്റിനേക്കാൾ എഫക്റ്റ് ആണെന്ന് തോന്നുന്നില്ല സാർ. ഉള്ളിൽ തട്ടി പറയാൻ ഉള്ളിൽ കള്ള് വേണമെന്നൊന്നും ഇല്ലടോ. എനിവേ, ലെറ്റ്സ് കം ടു ആ ടോപ്പിക്. അലോഷി വിളിച്ചൊരു ബ്രീഫ് തന്നിരുന്നു. ഇന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത മീഡിയക്കാർക്കൊക്കെ അത് വെച്ചൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ ഇനിഷ്യൽ തോട്ട്സ് അബൌട്ട് ഇറ്റ്? നിലവിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ കൺക്ലൂസീവായിട്ടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും അത് തന്നെ അവരോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് മോള് വന്ന് ചോദിച്ചിരുന്നു ലൂക്കയെ പറ്റി. കഴിഞ്ഞ ബിനാലേക്ക് അവളൊരു വോളണ്ടിയർ ആയിരുന്നു. ഒരു അസാധ്യ ഇൻസ്റ്റലേഷൻ ആയിരുന്നു അത്രേ ഈ ലൂക്ക അന്ന് ചെയ്തത്. പക്ഷേ ഈ കക്ഷിയെ സിറ്റിയിലെ നമ്മുടെ സ്ഥിരം സോഷ്യൽ സർക്കിൾസിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ഒതുങ്ങിയ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ സർ, സർവൻസിനോട് ചോദിച്ചപ്പോഴും അവരും അത് തന്നെ പറഞ്ഞു. പിന്നെ ഇന്ന് ഈ കാര്യം പറഞ്ഞ് ആദ്യം വിളിച്ചത് മനോരമയിലെ നമ്മുടെ മനോജാണ്. ഈ ലൂക്കായെ കുറച്ച് നാൾ മുമ്പ് ഞാൻ റിസപ്ഷനിൽ കണ്ടിരുന്നു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏത് കണക്ഷനിലാണ് വന്നതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഓർക്കാൻ കാരണം അന്ന് ലൂക്ക അടിച്ച് ഫിറ്റായിട്ട് നമ്മുടെ JP സാറായിട്ടൊന്ന് കോർത്തിരുന്നു. ജയപ്രകാശ് ടൈംസിലൊക്കെ ഉണ്ടായിരുന്ന അത് തന്നെ സാർ. അത് ആള് നമ്മുടെ ഒരു ഗുരു ഫിഗറാണ്. അന്ന് ഈ ലൂക്ക JPയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഒന്നും തള്ളുവായി ആകാലം പറയും. പിന്നെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു JP അന്ന്. ഇതിന് വലിയ റെലവൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ആ സെർവൻസ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കല്പം മൂഡ് സ്വിങ്സ് ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു മൂമെന്റിൽ എങ്ങാനും ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവാം. ഓട്ടോപ്സി റിപ്പോർട്ട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നോക്കട്ടെ. എന്താ സർ? Just get inside. സർ, എടോ, we are genuinely concerned. അക്ബർ, ചില കാര്യങ്ങളുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട കളിയാ. തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. 8-9 മാസമല്ലേ ആയുള്ളൂ നീയും ഫാത്തിമയും കല്യാണം കഴിച്ചിട്ട്. കാര്യം എനിക്കറിയാം. എന്താ അവളുടെ പേര്? ജാനറ്റ്. ആ ജാനറ്റിനെ മറക്കാൻ കഴിയുന്നില്ല. അതുതന്നെയല്ലേ സംഭവം? സർ, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ ഡിവോഴ്സ്. അതിലിനി ഒരു ഡിസ്കഷൻ വേണോ? വേണം അക്ബർ. ഇതിൽ നിനക്കും ഫാത്തിമയ്ക്കും മാത്രമല്ല ഇൻവോൾവ്മെന്റ്. ഞങ്ങൾ കുറച്ചുപേരും കൂടി ചേർന്നാണ് നിങ്ങളെ ചേർത്ത് വെച്ചത്. അതെന്താ നീ ഓർക്കാത്തത്? ഓർക്കാഞ്ഞിട്ടല്ല സർ, ഈ വിവാഹം തന്നെ ഒരു തെറ്റായിരുന്നു. അത് ഫാത്തിമയുടെയോ അമലേച്ചിയുടെയോ സാറിൻ്റെയോ ഒന്നുമല്ല. മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന എൻ്റെ മാത്രം തെറ്റാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തുന്നതല്ലേ സർ നല്ലത്? തെറ്റ് തേങ്ങാക്കൊലയാണ്. ഓർമ്മകളില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. അല്ലെങ്കിൽ വല്ല ആൽസൈമേഴ്സ് വരണം. ലൈഫ് പോകേണ്ടത് മുന്നോട്ടാണോ? സർ, ടു ബി ഓണസ്റ്റ്, ജാനറ്റിനെ കുറിച്ചുള്ള ഓർമ്മകളല്ല സർ എൻ്റെ പ്രശ്നം. അവൾ എന്തിനാ പിരിഞ്ഞു പോയെന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ ഒരു വീർപ്പുമുട്ടലുണ്ടല്ലോ, അതൊരു വല്ലാത്ത പെയിനാണ്. അതിനിടയിൽ എപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഫാത്തിമ ഒരു റിലീഫ് ആവുന്നൊരു തോന്നലും ഒന്നും പോയി. പക്ഷെ ഫാത്തിമ എന്ന് എനിക്കൊരു സൊല്യൂഷനല്ല. ഞാൻ അവൾക്ക് വലിയൊരു പ്രോബ്ലമാണ് സർ. ഐ നീഡ് ടു സെറ്റ് ഹർ ഫ്രീ. ഷീ ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ്. പിന്നെ നല്ലൊരു കപ്പിളായില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തന്നെയാണ് പിരിയുന്നത്. മൈ ഫുട്ട്. നല്ല സുഹൃത്തിൽ നിന്ന് നല്ല പാർട്ട്ണറിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലടോ. പിന്നെ എൻ്റെ പ്രായമൊക്കെ ആവുമ്പോൾ 10 മണിക്കൂർ കൂടെ കിടക്കാൻ ഒരാളെ അല്ല, 10 മിനിറ്റ് കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു സുഹൃത്തിനെയാണ് ലൈഫിൽ ആവശ്യം. ആൻഡ് ഫാത്തിമ ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്. ഗോട്ട് ഇറ്റ്? ജാനറ്റിനെ വഴിയിലിറക്കി വിടാൻ സമയമായിടോ. താൻ ശരിക്കൊന്ന് ആലോചിക്കുക. ഗുഡ് നൈറ്റ് സർ. ഓക്കെ സർ. എടാ, ജയറാം സാറ് പറഞ്ഞ് JP ഇല്ലേ, അയാൾ സിറ്റിയിലുണ്ടോന്നൊന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അയാളെ ഒന്ന് പോയി കാണാം. ഓക്കെ, നാളെ രാവിലെ നീ വീട്ടിലേക്ക് വന്നാൽ മതി. ഓക്കെ മോളെ, ബൈ. ബൈ കൊടുത്തു മോളെ. ശരിടാ, അപ്പോൾ നാളെ. ശരി.
പത്രമായ പത്രത്തിലല്ല ഇത് ന്യൂസാ സാറേ. ഈ ലൂക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആണെന്ന് ഇപ്പോഴും അറിയില്ല. സാറേ ആ JP ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൂക്കയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ചേട്ടാ ആ സുധീഷിനെ വിളിച്ചിട്ട് താക്കോലും ഫയലും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. പിന്നെ ആ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കാര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കാനും പറയാം. ആന്റണി ചേട്ടാ, സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ആയിട്ടില്ല സാറേ. ഉച്ചയ്ക്ക് സർജൻ തന്നെ നേരിട്ടെത്തിക്കാന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ട് 4 ഫിംഗർ പ്രിൻസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 മാച്ച് ഉണ്ട്. ലൂക്ക, മാർട്ടി, സലോമി. പക്ഷെ 4ാമത്തെ ഒരു ലേഡിയുടെ. അത് മിക്കവാറും നിഹാരികയുടേതായിരിക്കാനാണ് ചാൻസ്. നീ ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ സാർ. ചേട്ടാ ഒന്ന് പിടിച്ചേ. അലോഷി, ആ സാറേ. ഈ ഡയറിയാന്ന് തോന്നുന്നു. മാർട്ടി സലോമി ഇറങ്ങാൻ നേരത്ത് വന്ന കൊറിയർ. ആ ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്ത് തരാം. ഇത് ചിലപ്പോൾ പല ഡോട്ട്സും ഫില്ല് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറയാം സർ. ഓഫീസിൽ നിന്ന് ഒരു 12 മണിയാകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റുമെന്ന് ജയറാം സാർ ചോദിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം സർജൻ ആ സമയമാകുമ്പോൾ അവിടുത്തെ. ഇപ്പം സമയം എന്തായി? ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ഇപ്പം തന്നെ എത്താന്ന് പറ. ശരി. ഹലോ. പിന്നെ അലോഷി, ആ സാർ. നീ ഇന്നലെ പറഞ്ഞില്ലേ ഇയാളുടെ ഒരു ഇവൻറ്റിന് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന കാര്യം? ആ എന്താ സംഭവം? അത് ഈ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ആൾദൈവങ്ങളെ കളിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പുള്ളിക്കാരെ അവരെ മുണ്ട് മുതൽ കോണകം വരെ അടിച്ചു മാറ്റി വലിയൊരു ക്യാൻവാസ് ഉണ്ടാക്കി അവരെ പടം തന്നെ വരച്ചു. അതും ആ എക്സിബിഷന്റെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ. അതോടെ പിന്നെ ഒരു വട്ടം വല്ലതും വേണം സാർ. അടിപൊളി. എന്നിട്ട് പിന്നീടൊന്നും സംഭവിച്ചില്ലേ? അവർ വേറെ വല്ല കോണവും മേടിച്ചാണ്. അല്ലാതെ എന്നെ നടക്കാനായി നാട്ടിൽ. എന്താ ചേട്ടാ? അല്ല, അവർ കുറേ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയെന്ന് പറയായിരുന്നു സാറേ. ആ തൊപ്പിങ്ങോണ്ട സാർ